ദ എഡ്യൂക്കേറ്ററിൽ ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ തീമിൽ. അതായത് ചോദ്യമല്ല, മറിച്ച് ഒരു പ്രത്യേക സിറ്റുവേഷനാണ്, സെനാരിയോ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാര്യം ഇതാണ്, ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഒരു വീഡിയോ ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട് 7 ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്നുള്ള ഒരു തീം ബേസ്ഡ് വീഡിയോയുടെ താഴെ ഇന്ന് അയച്ച ഒരു കമൻ്റാണ് ടോപ്പിക്. ഈ ഒരു വ്യക്തി ചെയ്തത് ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്തു, പക്ഷേ വീട്ടിൽ നിന്ന് പാരൻസിൻ്റെയും അതോടൊപ്പം ബന്ധുക്കളുടെയും ഈവൻ ഭീഷണികൾ വരെ വന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആത്മഹത്യ പോലും മനസ്സിൽ വന്നു എന്നാണ് കമൻറ്റിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അത്രയും പാഷനേറ്റായി ഹ്യൂമാനിറ്റീസിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. എന്നിട്ടും സമൂഹത്തിൻ്റെയും വീട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ അവസാനം ഹ്യൂമാനിറ്റീസിൽ തന്നെ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യാനും കരിയർ പ്ലാൻ ചെയ്യാനും താല്പര്യപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ദ എഡ്യൂക്കേറ്റർ എപ്പിസോഡിൻ്റെ ടോപ്പിക് ഇതാണ്. നമുക്ക് ഏത് കോഴ്സ് സെലക്ട് ചെയ്താലും, അത് എൻജിനീയറിംഗ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, മെഡിസിൻ ആവട്ടെ, പാരാമെഡിക്കൽ ഫീൽഡ് ആകട്ടെ, ലോ ആകട്ടെ, ഏത് കോഴ്സായാലും അത് സെലക്ട് ചെയ്യുമ്പോൾ ആരാണ് ഈ സെലക്ഷൻ ചെയ്യേണ്ടത്? പാരൻസ് ആണോ? കുട്ടികളാണോ? ഒന്നിച്ചിരുന്ന് ചെയ്യേണ്ടതാണോ? അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റാണോ ചെയ്യേണ്ടത്? എഡ്യൂക്കേഷൻ ബ്രോക്കേഴ്സാണോ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ? ആരാണ് ശരിക്കും ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ എല്ലാവർക്കും ദ എഡ്യൂക്കേറ്റർ ചാനലിൻ്റെ ഒരു വേറിട്ട എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ കരിയർ പർസ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് പല കുട്ടികളുടെയും കൂട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും വലിയൊരു ചോദ്യചിഹ്നമായി മുന്നിൽ വരുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു സിറ്റുവേഷനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ചെറിയ ആശ്വാസം നൽകാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയോടെയാണ് ഇന്ന് ദ എഡ്യൂക്കേറ്റർ എപ്പിസോഡ് ചെയ്യുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എൻ്റെ ടോപ്പിക്കിനെ 5 ഭാഗങ്ങളായി വിഭജിച്ചു കൊണ്ടാണ് ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അതിൽ ആദ്യത്തേത് ഏത് രീതിയിലുള്ള അപ്രോച്ചായിരിക്കണം കൈക്കൊള്ളേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ, റിയാലിറ്റി എന്താണ് എന്നുള്ളതും. മൂന്നാമത്തേത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും. നാലാമത് ഏത് രീതിയിലുള്ള ഡിസിഷൻ ആയിരിക്കണം കൈക്കൊള്ളേണ്ടത് എന്ന കാര്യവും. അഞ്ചാമതായി റെസ്പോൺസിബിലിറ്റി, ചുമതലാബോധം എങ്ങനെ കൊണ്ടുവരണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഡിസ്കഷനാണ്. തീർച്ചയായിട്ടും ഈ 5 ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ പാത്ത് എങ്ങോട്ടായിരിക്കണം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് എന്തായിരിക്കണം അപ്രോച്ച് എന്നുള്ളത്. സോ ഏതൊരു അപ്രോച്ചിനും 2 മെത്തേഡാണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റീവ് അപ്രോച്ചും മറ്റത് സബ്ജക്റ്റീവ് അപ്രോച്ചും. സബ്ജക്റ്റീവ് അപ്രോച്ചിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്നുള്ളത്, അത് ബയസ്ഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് സിറ്റുവേഷൻ വെച്ചിട്ട്, ആൾക്കാരുടെ നേച്ചർ വെച്ചിട്ട്, ക്യാരക്ടർ വെച്ചിട്ടൊക്കെ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് ഡിസിഷനും മാറാൻ സാധ്യതയുണ്ട്, അപ്രോച്ചും മാറാൻ സാധ്യതയുണ്ട്. സോ വി ആർ ടേക്കിംഗ് ദ ഒബ്ജക്റ്റീവ് അപ്രോച്ച്. അതായത് വളരെ അബ്സ്ട്രാക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം വളരെ ലോജിക്കലായി അനലിറ്റിക്കായി തിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി ഈ ഒബ്ജക്റ്റീവ് അപ്രോച്ച് കൊണ്ടുവരാം. സോ ഇവിടെ മനസ്സിലാക്കാനുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് പാരൻസാണ് കുട്ടികളുടെ പഠനത്തിന്, വിദ്യാഭ്യാസത്തിന് ആവശ്യമായ കാശ് ചെലവാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരൻസിനെ നമുക്ക് ഇൻവെസ്റ്റേഴ്സായിട്ട് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യമാണ് സ്റ്റുഡൻസ്. ഇൻവെസ്റ്റേഴ്സ് പാരൻസ് ആണെങ്കിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? സ്റ്റുഡൻസിന് വേണ്ടിയാണ്. സോ സ്റ്റുഡൻസാണ് ഈ പാരൻ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശിൻ്റെ ബെനിഫിഷ്യറി ആയി വരുന്നത്. അതല്ലെങ്കിൽ ഇവരാണ് ഈ പഠിച്ച കോഴ്സ് കൊണ്ട് യൂസ് നേടാൻ പോകുന്നത്. സോ സ്റ്റുഡൻസ് ആർ ദ എൻഡ് യൂസർ എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് പഠിച്ച് ഇറങ്ങിയതിന് ശേഷം നല്ല ഒരു സക്സസ്ഫുൾ കരിയർ നേടിയാൽ തീർച്ചയായിട്ടും പാരൻസിനും അതിൻ്റെ
ഒരു ബെനിഫിഷ്യറി ആകാൻ പറ്റുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നേടാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് കസ്റ്റമർ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബോത്ത് പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് ആർ ദ കസ്റ്റമേഴ്സ്. ഇവർ രണ്ടുപേരുമാണ് കസ്റ്റമർ. സോ ആരാണ് ഇവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസും പോളിസി മേക്കേഴ്സും വിദ്യാഭ്യാസ മേഖല മൊത്തമായിട്ടുമാണ് ഇവർക്ക് ആവശ്യമായ സർവീസ് ചെയ്തു കൊടുക്കുന്നത്. സോ ഒബ്ജക്റ്റീവ് അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പാരൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുട്ടികൾ അതിൻ്റെ എൻഡ് യൂസറാകുന്നു എന്ന കാര്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യങ്ങളിലേക്ക് വരാം, അതായത് ടൈം എന്ന ഒരു പ്രത്യേക ഘടകം. ഈ ടൈം റിയാലിറ്റി എന്നും ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ നമുക്കറിയാവുന്നത് പോലെ പാരൻസ് എന്നുള്ളത് ഒരു പ്രത്യേക സമയപരിധിയിൽ ജീവിച്ച് വന്ന ആൾക്കാരാണ്. അവരുടെ കുട്ടികൾ എന്നുള്ളത് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്കുള്ള ആൾക്കാരാണ്. സോ പ്രസൻറ്റ് എന്നുള്ളത് പാരൻസിൻ്റെ കയ്യിലും ഫ്യൂച്ചർ എന്നുള്ളത് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലും വരുന്ന കാര്യമാണ്. അതായത് ഈ സ്റ്റുഡൻ്റാണ് ആ കോഴ്സ് പഠിച്ചതിന് ശേഷം ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എഡ്യൂക്കേഷൻ തരംഗങ്ങളും കരിയർ പ്രോസ്പെക്ട്സും കരിയർ സാധ്യതകളൊക്കെ നേടാൻ പോകുന്നത്. സോ ഇന്ന് കാണുന്ന ലോകമല്ല 4, 5, 10 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കരിയർ മേഖല എന്നുള്ളത് ഇന്ന് കാണുന്ന സാധ്യതകളല്ല നാളെ കാണാൻ പോകുന്നത്. അതിൽ നിന്നും വളരെ വളരെ മാറിയിരിക്കും. സോ ഇന്ന് കാണുന്ന സിറ്റുവേഷൻ വെച്ചിട്ട് പാരൻസ് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നാളത്തെ കാലത്തേക്കുള്ള സന്ദർഭം എന്തായിരിക്കും, സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുട്ടികളുടെ അവരുടെ ക്യാരക്ടറും അവരുടെ ക്വാളിറ്റിയും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാളത്തേക്കുള്ള ജീവിതത്തിലേക്ക് വേണ്ടിയാണ്. സോ ആ കാര്യം രക്ഷിതാക്കളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. സ്റ്റുഡൻസിന് ഏതെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് മാറിയ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അത് മനസ്സിലാക്കേണ്ടത് അത് അവരെ നാളേക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുന്ന കാര്യമായിട്ടാണ്, പ്രിപ്പയറിംഗ് ഫാക്ടറായിട്ടാണ്. സോ ടൈം റിയാലിറ്റി എന്ന കാര്യം ഒരിക്കലും തള്ളിക്കളഞ്ഞുകൂടാ. ഇന്നത്തെ പ്രസൻറ്റ് സെനാരിയോ അല്ല ഫ്യൂച്ചറിലേക്കുള്ളത്. പ്രസൻറ്റിലേക്ക് ആവശ്യമായ കഴിവുകൾ ദൈവമോ അല്ലെങ്കിൽ നേച്ചറോ എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, അത് നമുക്ക് നൽകിയിട്ടുണ്ട് പാരൻസിന്. പക്ഷെ നാളെയിലേക്കുള്ളത് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് അത് ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം നാളെ എന്നുള്ളത് ഇന്നിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. സോ ആ കാര്യം കൂടി മനസ്സിലാക്കി തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്, അതായത് ഒരു തീരുമാനമെടുക്കുന്ന സമയം. സോ തീർച്ചയായിട്ടും തീരുമാനമെടുക്കേണ്ടത് പാരൻ്റാണ്. പക്ഷേ ഒരിക്കലും വൺ സൈഡഡ് ഡിസിഷൻ ആയിക്കൂടാ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഫെസിലിറ്റേറ്റർ, ആ തീരുമാനം എടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കണം പാരൻറ്റ്. പക്ഷേ ഡിസിഷൻ എടുക്കുന്നത് സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഇനി ഈ ഒരു ഡിസിഷൻ എടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, ഒരു തീരുമാനമെടുക്കാൻ ഏറ്റവും നിർബന്ധമായിട്ടുള്ളത് ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷൻ ഈ പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ കയ്യിലോ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ആ സമയത്താണ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാൻ പറ്റുന്നത്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എന്നുള്ളത് എപ്പോഴും ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ ആകണമെന്ന് നിർബന്ധമില്ല. കരിയർ ഗൈഡൻസ് നൽകുന്ന പുസ്തകങ്ങൾ, യൂട്യൂബ് ചാനലുകൾ, വെബിനാറുകൾ, അങ്ങനെ പല സ്രോതസ്സും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ ഈ രീതിയിലൊക്കെ ഹയർ എഡ്യൂക്കേഷൻ കരിയർ ഗൈഡൻസിന് ആവശ്യമായ ഇൻഫർമേഷൻ നേടാൻ പറ്റും. സോ ഈ ഇൻഫർമേഷൻ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടത്, ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് പാരൻസാണ്. അൾട്ടിമേറ്റ്ലി ഡിസിഷൻ എടുക്കേണ്ടത് കുട്ടിയാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് എന്നതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇനി വരാൻ പോകുന്ന ഘടകങ്ങളിൽ നിന്നാണ്. ഇനിയുള്ളത് നാലാമത്തെ പോയിൻ്റാണ്, അതായത് ഏത് രീതിയിലുള്ള വേ ആയിരിക്കണം നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്. ഒരു കൺസിലിയേറ്ററി വേ ആയിരിക്കണം. പലപ്പോഴും പാരൻസ് കൊണ്ടുവരുന്നത് ഒരു കോമ്പറ്റീറ്റീവ് വേയോ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് വേയോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ചെറുപ്പകാലത്ത്, അതായത് പാരൻസിൻ്റെ ചെറുപ്പകാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലേക്കുള്ള ഒരു വേ ആയിട്ടോ കുട്ടികളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് പലപ്പോഴും കുട്ടികളിൽ വലിയ തോതിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് കൊണ്ടുവരാനും കുറ്റബോധം കൊണ്ടുവരാനും അവർക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹിക്കാത്ത പാത്തിലേക്ക് പാരൻസ് തള്ളിക്കൊണ്ടു പോകുന്നു എന്ന ഒരു തോന്നൽ വരാനുമൊക്കെ കാരണമാകാറുണ്ട്. സോ ഈ ഒരു സമയത്താണ് കുട്ടികൾ അതൊരു റിവെഞ്ച്
ഫാക്ടറായി കൊണ്ടുവരികയും അവരുടെ പഠനത്തിൽ ഉഴപ്പാനും താല്പര്യം കാണിക്കാതിരിക്കാനുമൊക്കെ കാരണമായി തീരുന്നത്. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു രീതിയിലുള്ള കൺസീലിയേറ്ററി, ഒരു പീസ് മേക്കിംഗ് പ്രോസസ്സിൽ കൂടി, അതായത് നിങ്ങൾ ചർച്ച ചെയ്ത് രണ്ടു പേർക്കും വിൻ വിൻ സ്ട്രാറ്റജി, അതായത് പാരൻസിനും സ്റ്റുഡൻസിനും രണ്ടു പേർക്കും കുട്ടികൾക്കും ഒരേപോലെ വിജയം കാണുന്ന രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്ത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ആശ്വസിപ്പിച്ച് പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വേ ആണ് കൺസിലിയേറ്ററി വേ എന്നുള്ളത്. സോ എപ്പോഴും ഈ രീതിയിലുള്ള ഒരു പാത്ത് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും പാരൻസിനും ഒരുപോലെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അഞ്ചാമത്തെയും അവസാനത്തെയുമായ ഘടകമാണ് മാജിക് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. സോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആൾക്കാണ് ആ തീരുമാനം എടുത്തത് കൊണ്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി ആണ് ഡിസിഷൻ എടുക്കുന്നത്. തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി വരാനുള്ള ചാൻസും കൂടുതലാണ്. അതല്ല പാരൻസാണ് പുഷ് ചെയ്യുന്നത്, പാരൻ്റ് പറഞ്ഞിട്ടാണ് കുട്ടി ആ പർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ട് ഡേ 1 അതായത് ആദ്യത്തെ ദിവസം തന്നെ കോളേജിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്തുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ വളരെ ഓട്ടോമാറ്റിക്കായി വരുന്ന ഒരു ആൻസറാണ് പാരൻ്റ് പറഞ്ഞിട്ട് എന്നുള്ളത്. എൻ്റെ താല്പര്യം ഇതായിരുന്നില്ല, എനിക്ക് അതാകാനായിരുന്നു ആഗ്രഹം, എനിക്കിതാകാനായിരുന്നു ആഗ്രഹം, അങ്ങനെയുള്ള പല ഉത്തരങ്ങളും വരാനും അത് അവരുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ് പിന്നീടുള്ള സമയത്ത് അത് 4 വർഷമായാലും 5 വർഷമായാലും ജീവിതത്തിലുടനീളം ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഫെയിലിയറായിട്ട് പോലും തോന്നാനും അതിന് കാരണം പാരൻസായി എപ്പോഴും വരാനും സാധ്യത വരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ നേരത്തെ പറഞ്ഞ, അതായത് 3ാമത്തെ പോയിന്റിൽ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും വരേണ്ടത് സ്റ്റുഡൻറ്റിൽ നിന്നാണ്. പക്ഷേ പലപ്പോഴും പാരൻസ് പറയാറുണ്ട്, കാശ് മുടക്കുന്നത് ഞങ്ങളല്ലേ, സോ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളല്ലേ, അവരെക്കാളും കൂടുതൽ ലോക പരിചയം എക്സ്പീരിയൻസും എക്സ്പോഷറും ഞങ്ങൾക്കല്ലേ ഉള്ളത്, അതുകൊണ്ട് അതിനുള്ള അവകാശം ഞങ്ങൾക്കല്ലേ എന്ന് പാരൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്കാണ്, പക്ഷെ നിങ്ങളാണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് റിസൾട്ടാണോ പ്രതീക്ഷിച്ചത് അതിന് നേർ വിപരീതം റിസൾട്ട് വരാൻ സാധ്യത കൂടുന്നത് കൊണ്ടാണ്. ഫെസിലിറ്റേറ്റ് ചെയ്യുക, കുട്ടികളെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമം നടത്തുക. ഇത് പറയുമ്പോൾ പലപ്പോഴും ചോദ്യം വരാറുണ്ട്, ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കേൾക്കുന്ന കുട്ടിയല്ല എൻ്റേത്, ആ രീതിയിൽ കേൾക്കുന്ന ഒരു ജനറേഷനുമല്ല ഞങ്ങളുടെ കുട്ടികളുടേത് എന്ന കാര്യം വരാറുണ്ട്. തീർച്ചയായിട്ടും അതും ശരിയാണ്. നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാറില്ല. പക്ഷേ ഈ രീതിയിലുള്ള നല്ല ഒരു ബന്ധം എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അത് വരേണ്ടത് 18ാമത്തെ വയസ്സിലല്ല, 17ാമത്തെ വയസ്സിലല്ല, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ല, മറിച്ച് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഏകദേശം 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ആ രീതിയിലുള്ള നല്ല ബന്ധം കൊണ്ടുവരാൻ സൂക്ഷിക്കുക എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതൊക്കെ സൈക്കോളജിയുടെ ഭാഗമാണ്. ഏതായിരുന്നാലും കൂടുതൽ ലെക്ചറൊന്നും നൽകാനില്ല. നിങ്ങളെപ്പോലെ തന്നെ എനിക്കുമുണ്ട് കുട്ടികൾ, പറഞ്ഞാൽ കേൾക്കാത്ത, അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന, ഇരിക്കെന്ന് പറയുമ്പോൾ നിൽക്കുന്ന കുട്ടികൾ എനിക്കുമുണ്ട്. സോ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കും മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും ഓൾ ടുഗെദർ ഒരു പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ തുടക്കത്തിൽ കാണിച്ച കമൻറ്റിൽ എത്രത്തോളം നെഗറ്റീവ് ഫീലിംഗ് അടങ്ങിയിട്ടാണ് പാരൻസിനോടും ബന്ധുക്കളോടുമൊക്കെ ഒരു ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഡിസ്കഷനിൽ വന്നത് എന്ന് നാം കണ്ടതാണ്. സോ അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിലുള്ള സമാധാനത്തോടും സന്തോഷത്തോടും നമ്മുടെ കുട്ടികളുടെ കഴിവും സ്കിൽ സെറ്റും ഉൾക്കൊണ്ട് അവരുടെ കഴിവുകളിൽ കൂടി നമുക്കും വിജയം നേടാം എന്ന പ്രതീക്ഷയോടെ ദി എഡ്യൂക്കേറ്റഡ് ചാനലിൻ്റെ ഈ എപ്പിസോഡ് കൂടി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.